ശ്രീ ഏലിയാസ് ജോൺ ചേരുകയാണ്. ശ്രീ ഏലിയാസ് ജോൺ, വിഴിഞ്ഞം തുറമുഖത്തിനായി വർഷങ്ങൾക്ക് മുൻപേ വാദിച്ച ശ്രീ ഏലിയാസ് ജോണിനെ കുറിച്ചാണ് ഇന്നലെ കേരളത്തിലെ സോഷ്യൽ മീഡിയ സജീവമായി ചർച്ച ചെയ്തത്. ഇന്നും അത് കാണാം. വളരെ നമ്മുടെ കൺമുൻപിലുണ്ടായിരുന്ന അമൂല്യമായൊരു നിധി അത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയതിനു ശേഷം എന്താണ് നമ്മൾ കാണുന്നതെന്നും ഒരു വർഷം കൊണ്ട് കാണുകയാണ്. ഇന്ന് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ, അന്ന് അണിയറയിലൂടെ തുടങ്ങി വെച്ച കാര്യങ്ങൾ, പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുമ്പോൾ എന്താണ് പങ്കുവെക്കാനുള്ളത്? വളരെ ഒരു വലിയ കാര്യം നമ്മൾ നേടി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് നമ്മൾ ഇത്രയും നാള് വിദേശ പോർട്ടുകളെ ആശ്രയിച്ചിരിക്കുന്നതിലൂടെ നമ്മൾ വളരെ അൺകോമ്പറ്റേറ്റീവ് ആകുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ അൺകോമ്പറ്റേറ്റീവായി മാറുകയും അത് രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക സ്ഥിതിയെ വളരെ മോശമായി ബാധിക്കുകയും ചെയ്യുന്നു എന്ന് ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊജക്ടിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. ഇപ്പൊ ഒരു ജനകീയമായ ഒരു പോരാട്ടമായിരുന്നു ഇത്. ഏതെങ്കിലും കുറച്ച് ആളുകൾ, തിരുവനന്തപുരം ജില്ലയിലെ കുറച്ച് ആളുകളല്ല, കേരളം മുഴുവനുള്ളവർ, കേരളത്തിന് പുറത്തുള്ളവർ, മറുനാടൻ മലയാളികൾ, എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അങ്ങനെ നടത്തിയത് ഒരു പൂർണ്ണതയിലെത്തി. പ്രധാനമന്ത്രി തന്നെ വന്ന അതിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ കമ്മീഷനിങ് നിർവഹിക്കുമ്പോൾ ഈ പ്രൊജക്ടിന്റെ മഹത്വം, ഈ പ്രൊജക്ടിന്റെ വലിപ്പമാണ് വാസ്തവത്തിൽ ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത്. ചില പരിമിതികളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പേരിൽ ഞാനിന്ന് ഉപവസിക്കുകയാണ്. പ്രൊജക്ടിന്റെ ഞങ്ങൾ എല്ലാ കാലത്തും ഇത് ആവശ്യപ്പെട്ടത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്റ്റായി ഇതിനെ മാറ്റണമെന്നാണ്. അവിടെയൊക്കെ പലയിടത്തും വീഴ്ചകളുണ്ടായി. അത് ചൂണ്ടിക്കാണിക്കേണ്ട സമയത്തൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന് നടപടികൾ എടുക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രൊജക്ട് പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതിന്റെ ഫൈനൽ ഫേസ് നമ്മൾ കടന്നു എന്നുള്ള ഫുൾ സ്വിങ്ങിലുള്ള ഒരു പ്രവർത്തനം ആരംഭിക്കുന്നു എന്നാണ് ഇവിടെ ഇരിക്കുന്ന ഭാഷ പോലും മനസ്സിലാകാത്ത ഇന്ത്യ മുഴുവനുമുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ലോകം മുഴുവനുമുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു കണ്ടെയ്നർ, പ്രധാനമന്ത്രി ഒരു കണ്ടെയ്നർ ആയിരുന്നു പച്ചക്കൊടി കാണിച്ച് പുറത്ത് വിടേണ്ടിയത്. അങ്ങനെയായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തിരുന്നതെങ്കിൽ ഇതൊരു മഹത്തായ സന്ദേശമായി മാറുമായിരുന്നു. പക്ഷെ പുറത്തോട്ട് ഇന്നൊരു കണ്ടെയ്നർ പോകാൻ പറ്റുന്നില്ല എന്നുള്ള പരിമിതി അദ്ദേഹത്തിനെ പോലും ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചോദ്യം ചെയ്യുമായിരുന്നു. ഒരു കണ്ടെയ്നർ പുറത്തു വിടാതെ, ഒരു കണ്ടെയ്നറിന് അകത്ത് വരാൻ കഴിയാതെ എന്ത് പോർട്ട്? കാരണം അദ്ദേഹം ഗുജറാത്തിലിരുന്നപ്പോൾ നിരവധി പോർട്ടുകളുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പോർട്ടും കടലും കപ്പലും ഒക്കെ വളരെ നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് പോലും ഈ വിവരം മറച്ചു വെച്ചിരിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഈ ഉദ്ഘാടനത്തിന് സമ്മതിക്കുമായിരുന്നില്ല. പൂർണ്ണമായി പ്രവർത്തിക്കാത്ത ഒരു പോർട്ട് എന്നുള്ള നിലയ്ക്ക് അവിടെ കസ്റ്റംസ് ഇല്ല, ഇമിഗ്രേഷൻ ഇല്ല, ഒരു കണ്ടെയ്നറിന് പുറത്തു പോകാൻ പറ്റില്ല, ഒരു കണ്ടെയ്നറിന് അകത്ത് വരാൻ പറ്റില്ല. വലിയ കപ്പലുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ചരക്ക് വരുന്നു. അതുപോലെ തന്നെ ചെറിയ കപ്പലുകളിൽ ചരക്ക് പുറം രാജ്യങ്ങളിലോട്ടും ഇന്ത്യയിലെ മറ്റ് പോർട്ടുകളിലോട്ടും പോകുന്നതല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കണ്ടെയ്നർ പുറത്തിറങ്ങണമായിരുന്നു. നിർഭാഗ്യവശാൽ ഇവിടുത്തെ പ്രതിപക്ഷം പോലും അത് ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താണ്? ഇതിന്റെ പിതൃത്വം ആർക്ക് വേണമെന്നുള്ളതാണ്. അല്ലാതെ ജനങ്ങൾക്കൊരു പ്രയോജനം കിട്ടുന്ന കാര്യം പോലും അവരുടെ അജണ്ടയിൽ ഇപ്പോഴില്ല. അതുകൊണ്ടാണ് ഞാൻ മെയ് 2-ാം തീയതി ഏറ്റവും മഹത്തായ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ സാമ്പത്തിക സ്വാതന്ത്ര്യം തുടങ്ങുകയാണ് നമ്മൾ. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലോട്ട് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഞാൻ ഉപവസിക്കുന്നത് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ പോരായ്മ മറ്റാരും പറയാതിരിക്കുന്നത് കൊണ്ട്, ഈ പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ്. അതുകൊണ്ട് ഈ പ്രോജക്റ്റിന് ഏതെങ്കിലും വിധത്തിൽ എതിരാണ് അല്ലെങ്കിൽ ഈ നല്ല സന്ദർഭത്തെ മോശമായി കാണിക്കുക, അതൊന്നുമല്ല. ഒരാൾ പോലും പറയാൻ മടിക്കാത്ത അല്ലെങ്കിൽ ഒരാൾ പോലും പറയാൻ അറിയാത്തൊരു വിഷയം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഈ പോർട്ട് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അത് അടിയന്തരമായി പൂർത്തിയാക്കിയാൽ മാത്രമാണ് ഈ പ്രോജക്ട് ഇന്ത്യ മഹാരാജ്യത്തിന് ഇനിയുള്ള ദിവസങ്ങളിൽ സംഭാവനകൾ നൽകാൻ പോകും. ശ്രീ ഏലിയാസ് ജോൺ, വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ സമിതി വരും ദിവസങ്ങളിൽ അപ്പോൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? നിലവിൽ ചില കാര്യങ്ങൾ ശൈശവാവസ്ഥയിലാണ്. പക്ഷേ 2-ാം ഘട്ടം വരുമ്പോൾ പൂർണ്ണമായും യാഥാർത്ഥ്യമാകും. താങ്കൾ ചൂണ്ടിക്കാണിച്ച ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന പല കാര്യങ്ങളും ഇതിനോടകം നടപ്പാക്കി അവശേഷിക്കുന്നത് കൂടി 2-ാം ഘട്ടത്തിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് അപ്പോൾ മുന്നോട്ട് വെക്കാനുള്ളത്? ഈ നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോ ഇവിടെ ഒരു 800 മീറ്റർ ബെർത്തേ ഉള്ളൂ. 800 മീറ്റർ ബെർത്ത് കൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ആകെ ഹാൻഡ് ചെയ്യാൻ പറ്റുന്നത് 10 ലക്ഷം കണ്ടെയ്നറുകളാണ് ഇന്നത്തെ അവസ്ഥയിൽ. അത് പരമാവധി ഇപ്പൊ 45 ലക്ഷം
ഒരു സ്വകാര്യ നിക്ഷേപകന്റെ കഴിവുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സംവിധാനം കണക്കാക്കുമ്പോൾ പോലും ഗവൺമെന്റ് നിശ്ചയിച്ച 35 ലക്ഷം എന്നുള്ളത് അദാനി 45 ലക്ഷമായിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും പ്രതീക്ഷ. പക്ഷെ അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാണ്, ലില്ലിപുട്ടാണ്. നമ്മൾ മറ്റു രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചൈനയും സിംഗപ്പൂറും ദുബായിയും റോട്ടർഡാമും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ചരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ 35 ലക്ഷമോ 45 ലക്ഷമോ ഒന്നുമല്ല. സിംഗപ്പൂരിന്റെ 6 കോടിയാണ് അവർ കൺസീവ് ചെയ്തിരിക്കുന്നത്. 6 കോടിക്കുള്ള പോർട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറഞ്ഞ പക്ഷം നമ്മളൊരു 10 കോടിക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് കൺസീവ് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അപ്പോ വിമാക്ക് പോലുള്ള ഒരു സംഘടന അത്തരം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും ഇനി പ്രവർത്തിക്കുന്നത്. ഇനിയുള്ള 2-3 ഘട്ടങ്ങൾ ഒരുമിച്ച് തീർക്കുകയാണ്. 2028 കൂടി അത് തീരും. പരമാവധി 45 ലക്ഷം. അതിൽ തൃപ്തരല്ല. ഈ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വമ്പൻ ശക്തിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന്റെ ട്രാൻസ്ഷിപ്മെന്റ് ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നതും അതനുസരിച്ച് ലാൻഡ് സൈഡിൽ ധാരാളം നിക്ഷേപങ്ങൾ, ധാരാളം കമ്പനികൾ, ധാരാളം വാല്യൂ അഡീഷൻ നടക്കുന്ന പ്രവർത്തനങ്ങൾ, വെയർഹൌസുകൾ, ലോജിസ്റ്റിക് പാർക്കുകൾ തുടങ്ങി വിപുലമായ ഒരു ഇക്കോസിസ്റ്റം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ വിമാക്ക് നടത്തുക. വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ ഏലിയാസ്.